ഹായ്, ഹലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ രണ്ട് കറുത്ത സുന്ദരന്മാർ ഞങ്ങളുടെ വീട്ടിലുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പട്ടി പ്രസവിച്ചതാണ്, ഞങ്ങളുടെ വിറ്റി പ്രസവിച്ചതാണ്. അപ്പോൾ രണ്ട് കുട്ടന്മാരാണ്. അപ്പോൾ ഇവന്മാർ ഇപ്പം 20 ദിവസത്തോളമായി. പക്ഷെ ഞാൻ ഇതുവരെ കുളിപ്പിച്ചൊന്നുമില്ല. എനിക്ക് പേടിയാണ്. കാരണം ചെറിയ കുഞ്ഞുങ്ങളെ എങ്ങനെ കുളിപ്പിക്കുമെന്നുള്ള പേടിയുണ്ട്, ഞാൻ കുളിപ്പിച്ചില്ല. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ അതിന് ചെള്ളുണ്ട്. അപ്പോൾ കുളിപ്പിച്ചേ പറ്റുള്ളൂ ഇപ്പോൾ എളുപ്പം. അങ്ങനെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഹിമാലയയുടെ ഒരു ഷാമ്പു മേടിച്ചു. അപ്പം ഷാമ്പു പുറത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നിർത്തിയേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരെയും ഷാമ്പൂ ഒക്കെ പുരട്ടി ഞാൻ കുറച്ച് നേരം നിർത്തി. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾക്ക് മയക്കം തുടങ്ങി. പിന്നെ അപ്പോൾ അത് കുറച്ച് വീര്യമുള്ളതായിരിക്കും, അതുകൊണ്ടാണല്ലോ അതിന് ഉറക്കം വരുന്നത്. പിന്നെ തണുപ്പും തുടങ്ങി, വിറയ്ക്കാനും തുടങ്ങി. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിനെ കുളിപ്പിച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇവന്മാർക്ക് രണ്ടുപേർക്കും ഞാൻ പേരിട്ടില്ല. ഇവൻ്റെ അമ്മയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റി എന്നായിരുന്നേ. വേറൊരു പട്ടിയും കൂടെ ഉണ്ട്, അവളെ പേര് കിറ്റി എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഞാനാ പേരിട്ടത്, കിറ്റിയും വിറ്റിയും. പക്ഷേ ഇവന്മാർക്ക് രണ്ടുപേർക്കും പേരിടാൻ എനിക്കൊരു പേര് കിട്ടുന്നില്ല. എൻ്റെ മനസ്സ് ബ്ലാങ്കാണ്. എത്ര ആലോചിച്ചിട്ടും ഇവന്മാർക്കൊരു പേര് കിട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു 2 പേര്, 2 ആണുങ്ങളാണ് അവന്മാർക്ക് പറ്റിയ 2 പേരുകൾ ഒന്ന് പറയണേ. അങ്ങനെ പുരട്ടി. അപ്പോൾ ചെള്ള് നല്ല കൂടിയിട്ട് അതിൻ്റെ മുഖത്തിൻ്റെ ഭാഗത്തുള്ള സ്കിന്നിൽ അതിൻ്റെ രോമമൊക്കെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പൊഴിഞ്ഞ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഞാൻ കുളിപ്പിച്ചത്. പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇതിന് ചെള്ള് വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അത്. അപ്പോൾ ചെള്ളിനെ ഞാൻ അതുകൊണ്ട് ഈ ഷാമ്പു ഇട്ടിട്ട് കുളിപ്പിക്കുമ്പോൾ തന്നെ ആ ചെള്ളൊക്കെ ഇങ്ങനെ പുറത്ത് ആ രോമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മയങ്ങി ഇരിക്കുന്നുണ്ട് അത്. അപ്പോൾ എന്നിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഈ അടുപ്പമുള്ള ഈ ചീർപ്പുണ്ടല്ലോ, ചീർപ്പ് വെച്ചിട്ട് ചീർപ്പി കളയണം. അപ്പോൾ കളയുമ്പോഴത്തേനും ഒരുവിധം പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത്. എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണോ കുളിപ്പിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എൻ്റെ കുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. ഇങ്ങനെയുള്ള പട്ടിക്കുഞ്ഞുങ്ങളെയൊന്നും ഞാൻ കുളിപ്പിച്ചിട്ട് എനിക്ക് അറിയത്തില്ല. വലിയവരെ ആകുമ്പോൾ കുഴപ്പമില്ല. വലിയവരെ നമ്മൾ തൊടലിൽ കെട്ടിയിട്ടിട്ട് ആണല്ലോ കുളിപ്പിക്കുന്നത്, അത് കുഴപ്പമില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പം പേടിയാവും. ഒന്നാമത് മയങ്ങിയൊക്കെ ഇരിക്കുകയത്. വിറ്റിയുടെ ആദ്യത്തെ പ്രസവത്തിലുള്ള കുട്ടികളാണേ. പിന്നെ ഇനി 2 കൂടെ ഉണ്ടായിരുന്നു. 2 വേറെ ആൾക്കാർക്ക് കൊടുത്തു. അപ്പോൾ ഇവന്മാർ 2 ഞങ്ങൾ നിർത്തി. വിറ്റി ആദ്യമായിട്ട് പ്രസവിച്ചതാണ്. അതും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതായതല്ല. ഞങ്ങൾ വീട് പണി നടക്കുന്ന സ്ഥലത്താണ് അവരെ കെട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ആ കോമ്പൗണ്ടിനകത്ത് വേറെ പട്ടികൾ കയറി വന്നിട്ട് അങ്ങനെ അവിഹിതത്തിലുണ്ടായതാ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇല്ലാണ്ട് അവൾ 2-3 വയസ്സായതാണ് അത്. പക്ഷെ അവൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ കുഴപ്പമില്ല. വേറെ 2 ഉണ്ടായിരുന്നത് വെള്ളയിൽ കൂടുതൽ വെള്ള കളറും പിന്നെ അതിനകത്ത് കറുത്ത കുത്തുകളുള്ളതായിരുന്നു.
വേറെ രണ്ടെണ്ണം ഉള്ളത്. ഇത് രണ്ടെണ്ണം ഇങ്ങനെ കറുപ്പിനകത്ത് വെള്ള ചെറിയ ചെറിയ പാടുകളുണ്ട് ഇതിനകത്തും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നന്നായിട്ട് തുടച്ചിട്ട് ഞാൻ അവന്മാരെ ഒരു വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചു. കാരണം തറയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മണ്ണിൽ പോയി കിടന്ന് ഉരുണ്ട് ഇതാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കട്ടയുടെ പുറത്ത് എടുത്ത് വെച്ചു. അപ്പോൾ അവിടെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്ത് ഇങ്ങനെ ചേർന്നിരുന്നും കൊണ്ട് തണുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നിരുന്നിട്ട് അവിടെ കിടന്ന് ഉണങ്ങി ഞാൻ ചീർപ്പിയൊക്കെ കൊടുത്തിട്ട് വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പേര് പറയാൻ മറക്കല്ലേ, പേരിടൽ ചടങ്ങ് നടത്തണം ഇനി. ഓക്കേ, താങ്ക് യു.